ഹലോ നമസ്കാരം മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ യൂണിവേഴ്സ് എന്താ പറയാനുള്ളത് നോക്കാം. ഓക്കെ, King of Swords, clarify the King of Swords. Clarify the King of Pentacles. Clarify the Knight of Swords. അണ്ടർലൈങ് എനർജി ഏസ് ഓഫ് വൺസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ലക്ഷ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലൈഫിൽ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു റീഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങൾ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും ആ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ അത് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു എനർജി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് സോർഡ്സിന്റെയും ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഓപ്പൺ ആയിട്ട് ക്ലിയർ ആയിട്ട് റെസ്പെക്ട്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശീലിച്ചുകൊണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഓക്കെ, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ വോയിസ് നിങ്ങൾ എന്താ പറയാ നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുള്ള സമയങ്ങളുണ്ട്, നിങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ള സമയങ്ങളുണ്ട്, അവിടെ കൃത്യമായി പ്രതികരിക്കാൻ നിങ്ങൾ ശീലിച്ചുകൊണ്ട് ആയിരിക്കുക. ആത്മവിശ്വാസത്തോടെ സ്വന്തം കഴിവുകളെക്കുറിച്ചും പ്രാപ്തികളെക്കുറിച്ചും ബോധ്യമുണ്ടായിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ആയിരിക്കുക. അതോടൊപ്പം ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത്, ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിൽ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ നിന്നുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ ആ ഒരു ആക്ഷൻ കൺസിസ്റ്റന്റ് ആയി എടുത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ നിങ്ങളായിരിക്കണം. ഈ പറഞ്ഞൊരു എനർജി ഉണ്ടല്ലോ, ഈ ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഓൾറെഡി അതുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ അതിനോട് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ഒരു എനർജിയിലല്ലാത്തവര് ഈ എനർജിയിലായാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും അത് എക്കാലത്തേക്കും നിലനിൽക്കുകയും ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താ വെച്ചാല് ഈ ഒരു എനർജിയിലാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ എന്താണ് ലക്ഷ്യം അതിലെ നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നു. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ തിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു. ആ അനാവശ്യ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യുന്നില്ല. മാത്രമല്ല നിങ്ങൾക്ക് എന്താ പറയാ കൂടുതൽ ഒരു ഉത്സാഹത്തോടെ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയാണ്. അപ്പോൾ നിങ്ങൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ കൂടുതൽ ഒരു കോൺഫിഡൻസ് കൂടും, ഒരു ആത്മവിശ്വാസം കൂടും. ഓക്കെ, നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നു, നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. ഓരോ ആക്ഷൻ എടുക്കുമ്പോൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകും. അപ്പൊ അവിടെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഇടയിലിടയിൽ ഒരു ബ്ലോക്ക് പോലെ വരില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് വളരെ എന്താ പറയാ ആക്ഷൻസ് എടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഒരു എനർജിയിലായിരിക്കുമ്പോൾ അതോടൊപ്പം എന്തുണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് കുറേയും കൂടെ സ്വസ്ഥമാവും. കാരണം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. മനസ്സിലായോ? നിങ്ങൾ ഭൂരിഭാഗ സമയം പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നു. അപ്പോൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും തോറും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു, നിങ്ങൾ കൃത്യമായി ആക്ഷൻസ് എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു, അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങുന്നു. അങ്ങനെ ആവുമ്പോൾ മനസ്സ് സ്വസ്ഥമായിരിക്കും, മനസ്സ് ശാന്തമായിരിക്കും. നമ്മളൊന്നും ചെയ്യാതെ ചിന്തിച്ചിരിക്കാന്നില്ല, ഒന്നും ചെയ്യാതെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തകളുണ്ട്. പക്ഷെ ആക്ഷൻ എടുക്കാതിരിക്കുമ്പോഴാണ് ഈ അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു കയറുന്നതും അത് നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും. അത് ഒഴിവാക്കാനാണ് നിങ്ങളോട് ഈ പറഞ്ഞൊരു എനർജിയിലായിരിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ, പ്രതീക്ഷിക്കുന്നതിനും മികച്ച രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പുതിയ അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളിലും നിങ്ങളുടെ പുറമേയുള്ള നിങ്ങളുടെ 3D റിയാലിറ്റിയിലും നിങ്ങളെന്ന വ്യക്തിയിലും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്.
നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Okay, clarify the page of wheels. Tower. Clarify the tower. Clarify the Eight of Wands. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഓക്കെ, അത് നേടിയെടുക്കാൻ അണ്ടർലൈൻ എങ്ങനെ നോക്കും, സ്ട്രെങ്ത് നേടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതിന് നിങ്ങൾ ഒരു ടവർ മൊമെന്റോടെ കടന്നു പോയേ മതിയാകൂ. അതിൽ ഷോർട്ട് കട്ട് ഇല്ല. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ എന്ന വ്യക്തിക്കും നിങ്ങളുടെ ലൈഫിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് അത് കൊണ്ടുവരിക. ആ മാനിഫെസ്റ്റേഷൻ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ അത് അടിമുടി മാറ്റുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ എന്ന വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകണം. അപ്പോഴാണ് നിങ്ങൾ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യാൻ, അത് അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാകുക. അപ്പൊ അതിന് ഒരു ടവർ മൊമെന്റ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ആ ടവർ മൊമെന്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു തോന്നല് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുണ്ടാവും. അത് എന്താ പറയാ, എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, അങ്ങനെ ഒരു തോന്നല് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടൊരു സ്റ്റേറ്റിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എങ്ങനെ നേടണം, എന്ത് നേടണം എന്ന് അറിയുന്നില്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നു. ഇൻറ്റ്യൂഷൻ ആണോ പറയുന്നത്, ആൻസൈറ്റി ആണോ പറയുന്നത്, ഇതൊന്നും മനസ്സിലാകാത്ത ഒരു വല്ലാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. ഒരു ടവർ മൊമെന്റിന്റെ എല്ലാ സൂചനകളുമാണത് എന്ന് മനസ്സിലാക്കാം. ഈ ടവർ മൊമെന്റ് സംഭവിക്കുന്നതിലൂടെ, ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലായിരിക്കും ഈ ടവർ മൊമെന്റിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോ ഈ ടവർ മൊമെന്റ് സംഭവിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പോഴുള്ള കൺഫ്യൂഷൻസ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി, ഓക്കെ, എന്ത് ആക്ഷൻ എടുക്കാൻ അറിയാത്ത അവസ്ഥ, പിന്നെ ആകെ ഒരു കൺഫ്യൂഷനും പിന്നെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, തടസ്സങ്ങള്, എങ്ങനെ എന്ത് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാറി ആ പറഞ്ഞ എനർജീസിനൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റി പകരം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ, ഓക്കെ, നിങ്ങൾക്ക് എത്താനായിട്ടുള്ള ഒരു വഴി ഒരുക്കുകയാണ് അതിനോട് ചെയ്യുന്നത്. അപ്പൊ ഈ ടവർ മൊമെന്റ് ഇവിടെ അത്യാവശ്യം എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന കൺഫ്യൂഷൻസിനും ഒക്കെ എടുത്തു മാറ്റാൻ, അത് വിട്ടു പോകുന്നതിന് ഈ ടവർ മൊമെന്റ് കൂടിയേ തീരൂ. ഓക്കെ, അപ്പൊ ആ ടവർ മൊമെന്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നല്ലതിനാണ്. കാരണം അതിനുശേഷം നിങ്ങൾക്ക് വളരെ പെട്ടെന്നുള്ള പുരോഗതി, വളരെ പെട്ടെന്നുള്ള ഫോർവേഡ് പോസിറ്റീവ് മൊമെന്റ്, മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഓക്കെ, അങ്ങനെയാണ് അത് ആ ഒരു ടവർ മൊമെന്റിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഫാസ്റ്റ് പേസ്ഡ് പോസിറ്റീവ് ചേഞ്ചസ്, പ്രോഗ്രസ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ ധൈര്യത്തോടെ നിങ്ങളായിരിക്കാം. ഈ കാണുന്ന ഒബ്സ്റ്റക്കിൾസ്, ഓക്കെ, ഈ തടസ്സങ്ങളും ഈ ഒരു വിഷമങ്ങളും ഒക്കെ കണ്ട് തളർന്നു പോവാതെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഈ ഒരു തടസ്സങ്ങൾ മാറ്റുന്നതിന്, ഇപ്പോഴുള്ള തടസ്സങ്ങൾ, നിങ്ങൾക്ക് ചില കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിരിക്കില്ല, പോട്ടെ സാരമില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് മറികടക്കേണ്ടതെന്ന് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് അറിയുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ തടസ്സങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനുവേണ്ടി അത് മാറുന്നതിന് വേണ്ടി എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ ആ ആക്ഷൻസ് എടുക്കുക. മറ്റൊരാൾ സഹായിക്കാൻ വരുന്നതിനായിട്ട് കാത്തിരിക്കാതെ നിങ്ങൾ സ്വയം ഇവിടെ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. അതും കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ, ആരെങ്കിലും എന്നെ സഹായിച്ചെങ്കിൽ, വേറെ ആരും അല്ല അവിടെ സഹായിക്കാൻ, നിങ്ങളെ നിങ്ങൾ തന്നെയാണ് സഹായിക്കുക. കാരണം ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് കടന്നു പോകുന്നതിന് നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. നിങ്ങൾ അത് തിരിച്ചറിയുക എന്നൊരൊറ്റ കാര്യമാണ് ഉള്ളൂ. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു ടവർ മൊമെന്റ് സംഭവിച്ച് ആ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും അതിലൂടെ കൂടുതൽ പുരോഗതിയും വളർച്ചയും നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുള്ളൂ.
ഇപ്പൊ ഈ ഒരു സമയം വളരെ ധൈര്യത്തോടെ ആയിരിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇപ്പൊ കാണുമ്പോൾ ഈ തടസ്സങ്ങളൊക്കെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അസാധ്യമാണ്, ഇതിൽ നിന്ന് പുറത്തു കടക്കാന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ചിന്തകളാണെന്ന് മനസ്സിലാക്കുക. അത്തരം ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ധൈര്യസമേതം ഇപ്പോൾ നിങ്ങൾ ആയിരിക്കേണ്ട ഒരു സമയമാണ്. മനസ്സിന് കൂടുതൽ വ്യക്തത കിട്ടേണ്ട സമയമാണ്. അപ്പൊ കൂടുതൽ ഒരു മനസാന്നിധ്യത്തോടെ ഇപ്പോഴത്തെ മൊമെന്റിൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ആക്ഷൻ ആണ് ഇപ്പോഴത്തെ തടസ്സങ്ങൾ മാറുന്നതിന് എടുക്കാൻ പറ്റുക, എന്ത് ചെയ്യാൻ പറ്റും, ഇത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്യാം. ചിലപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്തെങ്കിലും ആയിരിക്കും, ഫിസിക്കൽ ആക്ഷൻ ആകണം നിർബന്ധമില്ല. അപ്പൊ അത് ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യണം. ഓക്കെ, അങ്ങനെ ധൈര്യസമേതം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കണം, ആത്മവിശ്വാസം കൈവിടാതെ ധൈര്യത്തോടെ നിങ്ങൾ ആയിരിക്കണം എന്നാണ് നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുകയാണ്. താങ്ക് യു.